ക്രൂശിന്മേൽ കാണുന്ന ദാരിദ്ര പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ഹല്ലേലൂയ. നമുക്ക് ഈ സെഷനുകളിൽ പഠിക്കാനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നതായ വിഷയം യേശുവിന്റെ ക്രൂശിലെ തിരുമൊഴികൾ എന്നുള്ളതാണ്. യേശുവിന്റെ ക്രൂശിലെ തിരുമൊഴികൾ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്കൊരു വലിയൊരു ബേർഡൻ യേശുവിനെക്കുറിച്ചും യേശുവിന്റെ ഉപദേശങ്ങളെക്കുറിച്ചും യേശുവിന്റെ ജീവിതത്തെക്കുറിച്ചും ദ ലൈഫ് മെസ്സേജ് ആൻഡ് മിനിസ്ട്രി ഓഫ് ജീസസ്. യേശുവിന്റെ ജീവിതം, അവന്റെ സന്ദേശം, അവന്റെ ശുശ്രൂഷ, ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ ജ്ഞാനം, അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ സഭയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹത്തിനാൽ ഞാൻ ആഫ്രിക്കയിലും ഈ ഒരു വിഷയം കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ദൈവാത്മാവ് എനിക്കൊരു വലിയ ബേർഡൻ തന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ യേശുവിന്റെ പ്രലോഭനങ്ങളെക്കുറിച്ചും പരീക്ഷകളെക്കുറിച്ചുമുള്ള മെസ്സേജസും ഒക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചു. ഇതെല്ലാം ഒരുമിച്ച് കൂടുമ്പോഴാണ് വാസ്തവത്തിൽ യേശുവിന്റെ ജീവിതവും അവന്റെ ശുശ്രൂഷകളും അവന്റെ സന്ദേശവും നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ പഠിക്കാനായിട്ട് കഴിയുന്നത്. അത് തന്നെയല്ല ഗോസ്പൽസ്, യേശുവിന്റെ സുവിശേഷം, ആ സുവിശേഷത്തിലെ വിവരണം. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷമാണ് പുതിയ നിയമത്തിന്റെ തന്നെ കാതൽ എന്ന് പറയുന്നത്. വേദപുസ്തകത്തിന്റെ തന്നെ കാതൽ സുവിശേഷമാണ്. സുവിശേഷത്തിന്റെ വിശദീകരണമാണ്. കാര്യം പലപ്പോഴും യേശുവിന്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരത്തക്ക രീതിയിലുള്ള വിശദീകരണം മാത്രമാണ് ബാക്കിയുള്ള പുസ്തകങ്ങൾ എന്ന് നിങ്ങൾ അറിയണം. വേദപുസ്തകത്തിന്റെ ആദ്യത്തെ കവർ മുതൽ 66 പുസ്തകങ്ങൾ അടങ്ങിയ വേദപുസ്തകത്തിന്റെ അവസാനത്തെ ഉൽപ്പത്തിയുടെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം വരെയുള്ള സകല ദൈവവചനവും ദൈവശ്വാസീയമാണ്. അതിനകത്തൊന്നും വില കുറഞ്ഞതല്ല. പക്ഷെ അതേസമയം ഇതിനെയെല്ലാം അർത്ഥവത്താക്കുന്നത് സുവിശേഷം സംഭവിച്ചതുകൊണ്ടാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, യേശുക്രിസ്തു ഇൻകാർണേറ്റ് ചെയ്ത് ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് പകരമായിട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആ സംഭവം, അതിന്റെ വിവരണം നമുക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ചേരാത്ത, നമ്മൾ സാധാരണ ഈ ജിക്സോ പസിൽസ് എന്ന് പറയുമല്ലോ, പസിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പല ഭാഗങ്ങൾ, ഒരു ചിത്രത്തിന്റെ പല ഭാഗങ്ങൾ ഇങ്ങനെ ചേർത്ത് പിള്ളേർ കളിക്കുമല്ലോ. ഈ ഗോസ്പൽസ് ഇല്ലെങ്കിൽ ബാക്കിയുള്ളതൊന്നും എന്ത് ചെയ്യത്തില്ല, ചേരത്തില്ല, അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഒരു ജിക്സോ പസിലിനകത്ത് കുറച്ച് ഭാഗമൊക്കെ ആകാശമായിരിക്കും. അപ്പൊ അതിന്റെ അങ്ങേയറ്റത്തൊക്കെ ആകാശത്തിന്റെ കുറച്ച് ചിത്രത്തിന്റെ ഭാഗമൊക്കെ ആയിരിക്കും. അതൊക്കെ ചേർത്ത് വെച്ചില്ലെങ്കിൽ ഈ ചിത്രം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ ഇതിനകത്തുള്ളത് ഒരു മനുഷ്യന്റെ ചിത്രമാണെങ്കിൽ ആ മനുഷ്യന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ശരിയായാലും മനുഷ്യന്റെ ചിത്രം നമുക്ക് ലഭിക്കാത്തിടത്തോളം കാലം ബാക്കിയുള്ളതൊന്നും അർത്ഥമുള്ളത് ആകുന്നില്ല. ഇതുപോലെ തന്നെ വേദപുസ്തകത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും അർത്ഥസമ്പുഷ്ടമാക്കുന്നത് യേശുവിന്റെ ജീവിതമാണ്. യേശുവിന്റെ ജീവിതം അത്രയ്ക്കും പ്രാധാന്യമാകുന്നതിന്റെ കാരണം അതാണ്. ഗാഡ് ഇൻകാർണേറ്റഡ് ഇൻ ഫ്ലഷ്. ദൈവം മനുഷ്യ ജഡത്തിൽ, ശരീരത്തിൽ വെളിപ്പെട്ടതാണ് യേശു കർത്താവ്. ആ യേശു കർത്താവിന്റെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ജീവിതത്തെ പ്രാധാന്യമുള്ളതാക്കുന്നതാണ് യേശുവിന്റെ ക്രൂശ് എന്ന് പറയുന്നത്. യേശുവിന്റെ ക്രൂശ് മരണം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ യേശുവിന്റെ ജീവിതവും നമുക്ക് ഇത്രയും ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. ഇത്രയും എന്ന് പറയുന്ന വാക്ക് കുറച്ചുകൂടെ ഒന്ന് എംഫസൈസ് ചെയ്ത് പറയുകയാണ്. യേശുവിന്റെ ക്രൂശ് മരണം സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ യേശുവിന്റെ ജീവിതം നമുക്ക് ഇത്രയും പ്രാധാന്യമുള്ളത് ആകത്തില്ലായിരുന്നു, ഇല്ലേ? ഇന്നിപ്പോൾ യേശുവിന്റെ ക്രൂശ് മരണത്തെ വില കുറഞ്ഞ് കാണിക്കുന്ന പ്രസംഗങ്ങളും വില കുറച്ച് കാണിക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ല, ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി സംശയങ്ങൾ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ക്രൂശിക്കപ്പെട്ട യേശു ഒരു പരാജയമായിരുന്നു എന്ന് പറയാൻ പോലും ഇന്ന് പലപ്പോഴും ആളുകൾക്ക് മടിയില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ
യേശു ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ യേശുവിന്റെ ബാക്കിയുള്ള എല്ലാ ജീവിതവും ഈ പറയുന്നത് പോലെ അർത്ഥസമ്പുഷ്ടമായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. യു ഗെറ്റ് മീ മൈ ഫ്രണ്ട്സ്? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. യേശുവിന്റെ ക്രൂശുമരണം ഒഴികെ ബാക്കിയുള്ള ഏത് കാര്യവും സ്വീകരിക്കാൻ ആർക്കും ഒരു മടിയുമില്ല. അതാ അതിനകത്തെ വലിയ തമാശ. യേശുവിന്റെ ക്രൂശുമരണം ഒഴികെ ബാക്കി യേശുവിന്റെ ഉപദേശങ്ങൾ പറഞ്ഞാൽ ആർക്കും പ്രയാസമില്ല. യേശു പറഞ്ഞ കാര്യങ്ങളൊന്നും അതൊന്നും ആർക്കും അത്രയും വിഷയമല്ല. യേശുവിന്റെ വാക്കുകൾ കേൾക്കാൻ എല്ലാവർക്കും സന്തോഷമാണ്. പ്രത്യേകിച്ച് ഗിരിപ്രഭാഷണമൊക്കെ കേൾക്കാൻ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടതെന്നാണ് അവരുടെ അവകാശവാദം. പക്ഷെ യേശുവിന്റെ ക്രൂശുമരണം അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് അവർ വിട്ടുകൊടുത്തില്ല. ഗുരു നിത്യചൈതന്യ യതി പറഞ്ഞ ഒരു വാക്ക് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഐ ലൈക്ക് ഹിം. ഞാൻ അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈസ് നോ മോർ. എന്നാൽ ഗുരു നിത്യചൈതന്യ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ യേശുവിനെ അംഗീകരിക്കുന്നത് അവന്റെ വാക്കുകൾ കൊണ്ടാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ എപ്പോഴും അവന്റെ രക്തത്തെക്കുറിച്ച് പറയുന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക്, യേശുവിന്റെ വാക്കുകൾ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്ത്യാനികൾ അവന്റെ വാക്കുകളെ അല്ല പറയുന്നത്. പ്രത്യേകത എന്താണ്? അവന്റെ രക്തം അല്ലെങ്കിൽ അവന്റെ മരണം. രക്തം എന്ന് പറയുമ്പോഴത്തേക്ക് കാൽവറി ക്രൂശിൽ ഒഴികെ യേശുവിന്റെ രക്തത്തിന്റെ ആ ചരിത്രപരമായ അല്ലെങ്കിൽ ആ ബ്ലഡ് എന്ന് പറയുന്ന ആ ഒരു അത് മാത്രമല്ല. രക്തം എന്ന് പറയുന്ന ഒരു സിമ്പലാണ്. വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് ഡെത്ത്. രക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ മരണമാണ്. അവന്റെ മരണത്തെയാണ് അത് കാണിക്കുന്നത്, ഇല്ലേ? യേശുവിന്റെ മരണം. ക്രിസ്ത്യാനികൾ പ്രാധാന്യം കൊടുക്കുന്നത് യേശുവിന്റെ മരണമാണ്. പക്ഷെ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് യേശുവിന്റെ വാക്കുകളാണ്. ഇതാണ് ഗുരു നിത്യചൈതന്യ യതി പറഞ്ഞത്. യേശുവിന്റെ വാക്കുകൾ അതുല്യമാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ യേശുവിന്റെ വാക്കുകൾ അംഗീകരിക്കുന്നവരും യേശുവിന്റെ മരണത്തെ, അല്ലെങ്കിൽ യേശു മരിച്ചു എന്നുള്ളതല്ല, യേശുവിന്റെ കാൽവറി ക്രൂശിലെ മരണത്തിന്റെ പിന്നിലെ ആത്മീക യാഥാർത്ഥ്യത്തെ സ്വീകരിക്കുവാൻ ഇവരിൽ മിക്കവരും തയ്യാറല്ല. എന്നെ ഇപ്പൊ യുണൈറ്റഡ് നേഷൻസിൽ വിളിച്ചെന്ന് വെക്കുക. യുണൈറ്റഡ് നേഷൻസില് ഒരു ഒഫീഷ്യൽ മീറ്റിംഗിൽ ഞാൻ യേശു ക്രിസ്തുവിന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടൊരു പ്രസംഗം തുടങ്ങിയാൽ ആരും പറയത്തില്ല ഇരിയടാ അവിടെ നിന്നൊന്നും. കാര്യം യേശു ആ രീതിയിൽ പോപ്പുലറാണ്. ആ രീതിയിൽ ഞാൻ മറ്റൊരു രാജ്യത്തെ ഇന്ത്യൻ എംബസിയിൽ ഒരിക്കൽ ഒരു ക്ലാസ് എടുക്കാനായിട്ടൊരു അവസരം എനിക്കുണ്ടായി. ഞാൻ അവിടെ യേശുവിന്റെ വാക്കുകൾ കോട്ട് ചെയ്തിട്ട് ആരും പറഞ്ഞില്ല ഇരിയടാ അവിടെ നിന്നൊന്നും. കാര്യം യേശു ആ രീതിയിൽ ആളുകൾക്ക് പോപ്പുലറാണ്, ആ രീതിയിൽ. പക്ഷേ യേശു കർത്താവിന്റെ ക്രൂശുമരണമാണ് എന്റെ പാപങ്ങളുടെ പരിഹാരത്തിനുള്ള ഏക മാർഗമെന്നും അവന്റെ ക്രൂശുമരണത്തിലൂടെ പാപപരിഹാരം പ്രാപിക്കാത്ത എല്ലാവരും നരകത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ആളുകൾ ഇവിടെ ഇരിയടാ അവിടെ നിന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഗിരിപ്രഭാഷണത്തിലെ യേശുവിനെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ ആർക്കും ഒരു സങ്കടവുമില്ല, സംശയവുമില്ല, ഒന്നുമില്ല. അവിടെയാണ് ഗുരു നിത്യചൈതന്യ യതി പറഞ്ഞ വാക്കുകൾ എനിക്ക് സ്വീകാര്യമല്ലാതെയാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ വാക്കുകൾ അതുല്യമാണ്. യേശു സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല. പക്ഷെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ വാക്കുകളാണോ അവന്റെ മരണമാണോ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. യേശുവിന്റെ വാക്കുകളെ കുറിച്ച് പ്രസംഗിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഗിരിപ്രഭാഷണത്തെ കുറിച്ച് തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷേ യേശുവിന്റെ വാക്കുകൾ അതുല്യമാണെങ്കിലും ആ വാക്കുകൾ ദൈവികമാക്കുന്നത് അവന്റെ മരണമാണ്. യേശുവിന്റെ വാക്കുകൾ യുണീക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, അത്രയും ശക്തമായ, അത്രയും യേശു പറഞ്ഞതുപോലെ ആരും പറഞ്ഞിട്ടില്ല. യേശു സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല. പക്ഷെ അവന്റെ വാക്കുകളെ അതുല്യമാക്കുന്നത് എന്താണ്? അവന്റെ മരണമാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് യേശു മരിച്ചില്ലായിരുന്നെങ്കിൽ യേശുവിന്റെ വാക്കുകൾക്ക് എന്താ സഹോദരങ്ങളെ പ്രസക്തി? ഇതെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു യേശുവിനെ എനിക്ക് ഇഷ്ടമില്ല, ഉള്ള സത്യം പറയാമല്ലോ. യേശു മരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ യേശുവിനോട് ഇത്രയ്ക്ക് വലിയ ബഹുമാനമൊന്നും തോന്നത്തില്ലായിരുന്നു. ചില മതാനുസാരികൾ പറയുന്നത് യേശു കർത്താവ് മരിച്ചില്ല, പകരം യേശു മരിക്കാറായപ്പോൾ യേശുവിനെ ദൈവം അങ്ങ് എടുത്തു, എന്നിട്ട് യൂദാസിനെ യേശുവിന്റെ മുഖരൂപം കൊടുത്തു. ഒടുവിൽ ആളുകൾ ക്രൂശിച്ചത് യേശുവിനെയല്ല യൂദാസിനെയാണ്. അതുകൊണ്ടാണ് അവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് എന്റെ ദൈവമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു മതചിന്തയുണ്ട്, നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്.
അങ്ങനെ എങ്ങാനും യേശു കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ യേശുവിനെ വേണ്ട. കൂട്ടുകാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം കാണിക്കാൻ ആർക്കും കഴിയയില്ല എന്ന് പറഞ്ഞ ആള് മരിക്കേണ്ട സമയം വന്നപ്പോ കൂട്ടുകാരനെ ചാകാൻ ഏൽപ്പിച്ചേച്ച് സ്വർഗത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ യേശുവിന്റെ പുറകെ എന്തിനാ നടക്കുന്നത്? അങ്ങനെ ഒരു യേശു വേദപുസ്തകത്തിലെ യേശു അല്ല, ചരിത്രത്തിലെ യേശു അല്ല. ആ ഒരു യേശുവിനെ നിങ്ങളും ഫോളോ ചെയ്യണ്ട. എന്നാൽ എന്റെ യേശു കൂട്ടുകാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുക മാത്രമല്ല, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ യേശുവേ യേശുവേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴല്ല യേശു എനിക്ക് വേണ്ടി മരിച്ചത്. ഞാൻ യേശുവിനെ നിഷേധിച്ചിരുന്നപ്പോൾ തന്നെ, ഞാൻ റിബല്യസ് ആയിരുന്നപ്പോൾ തന്നെ, ഞാൻ അഭക്തനായിരുന്നപ്പോൾ തന്നെ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് യേശുവിനെ അതുല്യനാക്കുന്നത്. യേശുവിന്റെ വാക്കുകൾ അതുല്യമാണ്, പക്ഷെ അവന്റെ വാക്കുകൾ ദിവ്യമാക്കുന്നത് അവന്റെ മരണം കൊണ്ട് അവനവന്റെ വാക്കുകൾക്ക് മുദ്രയിട്ടപ്പോഴാണ്. നമ്മൾ ഒരു കടലാസിൽ എന്തെഴുതി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. ആ എഴുത്തിനെ, ആ കടലാസിനെ വിലയുള്ളതാക്കുന്നത് എന്താണ്? ഗവൺമെന്റിന്റെ ഒരു മുദ്രയാണ്, ഒരു സീലാണ്. എന്ന് പറഞ്ഞതുപോലെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. സീല് പതിക്കുന്നത് കൊണ്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാറി മറിയുന്നൊന്നുമില്ല. എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതുല്യമാണ്, പക്ഷേ അതിന് വാലിഡിറ്റി ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതിന്റെ മേൽ ഒരു സീല് പതിയുമ്പോഴാണ്. ഇതേപോലെ യേശു ജീവിച്ചിരുന്നപ്പോൾ അവൻ സംസാരിച്ച വാക്കുകൾ അതുല്യമാണ്. അതിനെ വെല്ലാൻ ലോകത്തിൽ ആരുടെയും വാക്കുകളില്ല. അതെല്ലാം എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം. പക്ഷെ അവന്റെ വാക്കുകൾ അതുല്യമായി തീരുന്നതും അത് ദിവ്യമായി തീരുന്നതും എപ്പോഴാണെന്ന് ചോദിച്ചാൽ അവന്റെ രക്തം കൊണ്ട് അവനതിനെ മുദ്രയിട്ടപ്പോഴാണ്. യേശുവിന്റെ വാക്കുകളെ സ്വന്തം രക്തം കൊണ്ട് അവൻ മുദ്രയിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. യേശുവിനെ അനുഗമിക്കുവാൻ പല രീതിയിൽ അനുഗമിക്കാനായിട്ട് ആളുകൾക്ക് കഴിഞ്ഞേക്കാം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സ്വാമി വിവേകാനന്ദൻ യൂറോപ്പിലെ ഒരു പള്ളിയിലെ ഒരു രൂപത്തിന് മുന്നിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയതായ ഒരു സംഘമാണ്, പ്രീസ്റ്റും നൺസും എല്ലാം ഉള്ള ഒരു സംഘമാണ്. അവർ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ക്രൂശിത രൂപത്തിലേക്ക് നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വിവേകാനന്ദൻ, നിങ്ങൾക്ക് യേശുവിനോട് ബഹുമാനമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ, ബിക്കോസ് വിവേകാനന്ദനെ കുറിച്ച് അവര് മനസ്സിലാക്കിയിരുന്നത് അദ്ദേഹം എന്താണ് ഹൈന്ദവ സംസ്കാരത്തിന്റെ ഒരു പ്രചാരകൻ എന്ന നിലയിലാണ് അവർ മനസ്സിലാക്കിയത്. അത് അവരുടെ കുറ്റമാണ്. ഓക്കെ, പക്ഷെ അദ്ദേഹം പറഞ്ഞ വാചകം എന്താണെന്നറിയാമോ? ഇഫ് ഐ വർ ലിവിംഗ് അറ്റ് ദ ടൈം ഓഫ് ജീസസ് ഇൻ Palestine, I would have been washing his feet not with my tears but with the blood of my heart. ഞാൻ യേശുവിന്റെ കാലഘട്ടത്തിൽ പലസ്തീനിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഞാൻ അവന്റെ പാദങ്ങളെ കഴുകുന്നത് എന്റെ കണ്ണുനീര് കൊണ്ടായിരിക്കുമായിരുന്നില്ല, പ്രത്യുത എന്റെ ഹൃദയരക്തം കൊണ്ടായിരിക്കുമായിരുന്നു. അത്രയ്ക്കും ബഹുമാനം സ്വാമി വിവേകാനന്ദന് യേശുവിനോടുണ്ടായിരുന്നു. തീർച്ചയായും യേശു ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്. സ്വാമി വിവേകാനന്ദനും ബഹുമാനിക്കപ്പെടേണ്ട ഒരാളാണ്. ബഹുമാനിക്കപ്പെടേണ്ട ആളുകൾ എന്നാണ് ഞാൻ പറഞ്ഞത്. മഹാത്മാഗാന്ധി യേശു ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തയാളാണ്. വിനോബ ഭാവെ അദ്ദേഹം യേശുവിന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഈവൻ ഒരു പുസ്തകം പോലും എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇവർ ബഹുമാനിതരാണെങ്കിലും ബഹുമാനിതരെല്ലാം ആരാധ്യരല്ല എന്നും നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനിക്കപ്പെടേണ്ട ധാരാളം ആളുകളുണ്ട്, അവരെ നമ്മൾ ബഹുമാനിക്കണം. അത് ക്രിസ്ത്യാനികളും ബഹുമാനിക്കണം. നമുക്കുമുണ്ട് പ്രശ്നം, നമ്മളും പലപ്പോഴും ഇവരെയൊക്കെ ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ല. ബഹുമാനിതരായ ആളുകളുണ്ട്, പക്ഷേ ആരാധിക്കേണ്ട ഒരു ദൈവമുണ്ട്. ഇത് രണ്ടും രണ്ടാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഐ റെസ്പെക്ട് പീപ്പിൾ ഓഫ് ഹിന്ദു റിലീജിയൻ, ഇസ്ലാമിക് റിലീജിയൻ. എനിക്ക് ബഹുമാനമുള്ള അനേക ഇസ്ലാമിക് ടീച്ചേഴ്സ് ഉണ്ട്, നല്ല ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതും ആരാധനയും തമ്മിൽ നമുക്ക് കൂട്ടിക്കുഴയ്ക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. യേശുവിന്റെ പ്രത്യേകത എന്താണ്? യേശു ബഹുമാനിതനുമാണ്, അവൻ ആരാധ്യനുമാണ്. ആരാധ്യരായ ആളുകൾ തീർച്ചയായും ബഹുമാനിതരായിരിക്കും. നമുക്ക് ബഹുമാനിക്കാൻ കഴിയാത്ത ഒരാളെ നമുക്ക് ആരാധിക്കാൻ കഴിയില്ലല്ലോ. പറ്റുമോ? ഇല്ല. നമുക്ക് ബഹുമാനിക്കാൻ കഴിയാത്ത ഒരാളെ നമുക്ക് ആരാധിക്കാൻ പറ്റുമോ? ചിലർ അങ്ങനെയും ഉണ്ട്, ബഹുമാനമൊന്നുമില്ല, പിന്നെ ആരാധിച്ചേക്കാം, കാര്യം വല്ലതും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെന്ന് വെക്കുന്നവര്. ബഹുമാനിതരല്ലാത്ത ആളുകളെ നമുക്ക് ആരാധിക്കാൻ പറ്റില്ല. അപ്പോൾ ആരാധ്യർ എല്ലാവരും തന്നെ ബഹുമാനിതരാണ്,
പക്ഷേ ബഹുമാനിതർ എല്ലാവരും ആരാധ്യരാകണമെന്നില്ല. ആരാധിക്കുവാൻ യോഗ്യൻ അവൻ യേശു. അവന്റെ വാക്കുകൾ കൊണ്ടല്ല, അവന്റെ വാക്കുകൾ കൊണ്ട് അവനെ ബഹുമാനിക്കാൻ കഴിയും. പക്ഷേ അവൻ ദൈവമായതുകൊണ്ട്, ബിക്കോസ് ഹി ഈസ് ഗാഡ്, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ദൈവം മാത്രമേ ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ളൂ. ഹി ഈസ് വർത്തി ടു ബി വർഷിപ്ഡ്. ഐ എം വർഷിപ്പിംഗ് ഗാഡ് നോട്ട് ബിക്കോസ് ഹി ഈസ് ഫോഴ്സിംഗ് മീ ടു വർഷിപ്പ് ഗാഡ്. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് ആരാധിച്ചില്ലെങ്കിൽ അടി കിട്ടുമെന്ന് പേടിച്ചൊന്നുമല്ല. പലപ്പോഴും ആളുകളുടെ ചിന്ത അതാണ്. പലരും ആരാധിക്കുന്നത് എന്താണെന്നറിയാമോ? ആരാധിച്ചോണം കേട്ടോ, ഇല്ലെങ്കിൽ ദൈവം നിന്നെ പിടിക്കും. ആരാധിച്ചോണം, ഇല്ലെങ്കിൽ അടി കിട്ടും, ഓർത്തോണം. എന്റെ പ്രിയമുള്ളവരെ, ആരാധിച്ചില്ലെന്നും പറഞ്ഞ് അടിക്കുന്ന ഒരു ദൈവത്തെയും എനിക്ക് ബഹുമാനമില്ല. അതെന്താണ്? ഇതെന്തോ അടിച്ചു വാങ്ങിക്കേണ്ട കാര്യമല്ലോ ആണോ ആരാധന എന്ന് പറയുന്നത്? അങ്ങനെയൊന്നും ദൈവം ആരാധിച്ചില്ലെന്ന് പറഞ്ഞാൽ അടിക്കത്തുമൊന്നുമില്ല. അടിക്കുന്നതിന് വേറെ കാരണം കാണും, പക്ഷെ ആരാധിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ടൊന്നും ദൈവം അടിക്കത്തൊന്നുമില്ല. ആരാധിക്കുന്നത്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടുമല്ല. ചിലപ്പോൾ ആളുകൾ, നല്ലൊരു ശതമാനം ആളുകളും ആരാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാധനയെങ്കിൽ വിടുതലുണ്ട്, ആരാധനയെങ്കിൽ സൗഖ്യമുണ്ട്, ആരാധനയെങ്കിൽ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ടുമൊക്കെ പാടി ഇങ്ങനെ, അതുകൊണ്ട് ആരാധിച്ചു കഴിഞ്ഞാൽ നിനക്ക് വിടുതൽ, ആരാധിച്ചാൽ വിടുതൽ, ആരാധിച്ചാൽ സൗഖ്യം, ആരാധിക്കുമ്പം ബന്ധന വഴിയും കുടം ഉടയും, ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ പാട്ട് പാടിയും വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ തിരിച്ചും മറിച്ചും വെച്ച് നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ചില ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, ഞാൻ ആരാധിക്കുന്നത് ആരാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചല്ല. എന്റെ പിള്ളേർ എനിക്ക്, ഞാൻ ചെല്ലുമ്പോൾ ഓടി വന്ന് എനിക്കൊരു ഉമ്മ തരുന്നത്, ഉമ്മ തന്നില്ലെങ്കിൽ എനിക്കൊരു ചുംബനം തരുന്നത്, നിങ്ങൾ ചിന്തിക്കണോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വൈകുന്നേരവും സ്കൂൾ വിട്ട് വരുമ്പോൾ ഓടി വന്ന് എന്റെ ഇടത്തെ കവിളിലും വലത്തെ കവിളിലും ചുംബിച്ചിരിക്കണം, ഇല്ലേ അടിച്ച് പൊട്ടിക്കും ഞാൻ എന്നെല്ലാം പറഞ്ഞിട്ടാണോ പിള്ളേർ എനിക്ക് വന്ന് ചുംബനം തരുന്നത്? അതോ മോളെ ഒരു കിസ് തന്നേ, ഞാൻ നിനക്കൊരു മുട്ടായി തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ എന്ത് വിലയാ ഉള്ളത്?